കൊറോണ, കോവിഡ്-19, ക്വാറന്റൈൻ ഈ വാക്കുകളൊക്കെ ഇപ്പം നമുക്ക് വളരെ പരിചിതമാണ്. കൊറോണ കാലത്ത് ക്വാറന്റൈനിലായി ഒറ്റപ്പെട്ടു പോകുന്ന സണ്ണിയുടെ ജീവിതം കാണിച്ചു തന്ന സിനിമയായിരുന്നു രഞ്ജിത്ത് ശങ്കർ, ജയസൂര്യ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സണ്ണി. സണ്ണി അയാളുടെ ബിസിനസ്സും ജീവിതവും ദാമ്പത്യവും ഒക്കെ തകർന്ന് ദുബായിലെ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുവാണ്. കൊറോണ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് നേരെ ക്വാറന്റൈനിലേക്കാണ് പോകേണ്ടത്. ആകെ നിരാശ ബാധിച്ച സണ്ണി ആത്മഹത്യ ചെയ്യാൻ കരുതിക്കൂട്ടി തന്നെയാണ് വന്നേക്കുന്നത്. എന്തായാലും മരിക്കാൻ പോകുകയല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് പോഷായിക്കോട്ടെ എന്ന് വിചാരിച്ചാവും കൊച്ചിയിലെത്തുന്ന അയാൾ അവിടെ ഉള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയൊരു ഹോട്ടലിൽ തന്നെ ക്വാറന്റൈനിന് വേണ്ടി താമസിക്കുന്നു. അയാളെത്തിയ വിവരം അറിഞ്ഞ് അയാളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ അയാളെ വിളിക്കുന്നുണ്ട്, വിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ദുബായിൽ സണ്ണിയുടെ ഒരു ഫ്രണ്ടുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പായി തുടങ്ങിയ ബിസിനസ് നഷ്ടത്തിലായി, ഒരുപാട് കടവുമായി. ആ പണം ചോദിച്ചുകൊണ്ട് ജേക്കബ് എന്ന ആളുടെ ഭീഷണി കോളുകൾ വരുന്നുണ്ട്. ആസ് യൂഷ്വൽ ഒരു ക്ലീഷേ വട്ടിപ്പലിശക്കാരൻ്റെ എല്ലാവിധ മാനറിസവും അയാളുടെ സംസാരത്തിലുണ്ടായിരുന്നു. കടം കയറി നിക്കക്കള്ളിയില്ലാത്ത നായകനെ സമ്മർദ്ദത്തിലാക്കുന്ന കണ്ണീച്ചോരയില്ലാത്ത പലിശക്കാരൻ. ഇത്തരം ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, നായകന് കാശ് ആവശ്യം വന്നപ്പോൾ അയാളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. അയാൾ തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് പലിശക്കാരൻ അയാൾക്ക് പൈസ കൊടുക്കുന്നത്. അത് വെറുതെ കൊടുക്കണതല്ല, പലിശയ്ക്ക് തന്നെ കൊടുക്കണതാണ്. അത് തിരിച്ചു കൊടുക്കണമെന്ന് അറിയുകയും ചെയ്യാം. എന്നിട്ട് നായകൻ പൈസ തിരിച്ചു കൊടുക്കാണ്ടാവുമ്പോൾ ഈ പലിശക്കാരനൊരു വലിയ വില്ലനായിട്ട് അയാളുടെ ജീവിതത്തിലേക്ക് വരണം. എന്തായാലും സണ്ണി ജേക്കബിന് കൊടുക്കാനുള്ള കാശില്ലാത്തതുകൊണ്ട് ഏറെ പ്രയാസത്തിലാണ്. പഠിക്കുന്ന കാലത്ത് അയാളെ സ്നേഹിച്ചിരുന്ന നിമ്മി എന്ന പെൺകുട്ടി തന്നെയാണ് പിന്നീട് അയാളുടെ ഭാര്യയായത്. എന്നാൽ ഇപ്പോൾ അവരുടെ ദാമ്പത്യം ഡിവോഴ്സിൻ്റെ വക്കിലാണ്. ദുബായിൽ വെച്ച് സണ്ണിക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ടാകുന്നു. ഇതറിയുന്ന നിമ്മി സണ്ണിയോട് വഴക്കിട്ട് പോകുന്നു. നിമ്മി ഇപ്പോൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആണ്. അവരുടെ ആദ്യത്തെ കുട്ടി മരിച്ചുപോയി. ദുബായിൽ വെച്ച് അയാൾക്കുണ്ടായ പ്രണയം ഇപ്പോഴില്ല. ക്വാറന്റൈനിൽ കിടക്കുന്ന സണ്ണി അവരെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അവർ ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. സണ്ണിയുടെ ഫ്രണ്ട് വിളിക്കുമ്പോൾ സണ്ണി അയാളോട് പറയുന്നുണ്ട്, നിമ്മിക്ക് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ, ഞാൻ അവളോടെല്ലാം കൺഫസ് ചെയ്തു, അങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നിമ്മി വാശിയിലാണ്. അവളുടെ സംസാരത്തിൽ ക്ഷമിക്കാനുള്ള ഭാവമൊന്നുമില്ല. ഡിവോഴ്സുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഭാര്യയുമായി ഇത്രയും പ്രശ്നത്തിലിരിക്കുന്ന സണ്ണി ക്വാറന്റൈനിൽ കിടക്കുമ്പോൾ തൻ്റെ റൂമിന് മുകളിൽ താമസിക്കുന്ന അതിഥി എന്നൊരു പെൺകുട്ടിയുമായി പരിചയപ്പെടുന്നു. വിവാഹം കഴിഞ്ഞതാണോ എന്നുള്ള ആ കുട്ടിയുടെ ചോദ്യത്തിന് ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. അവളുമായി സംസാരിച്ച് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പെൺകുട്ടി അധികം അടുപ്പിക്കാത്തത് കൊണ്ട് മാത്രമാണ് അതൊരു വെരി ഷോർട്ട് ടേം സൗഹൃദമായി മാറിയത് എന്നെനിക്ക് തോന്നി. അല്ലെങ്കിലും ഏത് സ്ത്രീകളെ കണ്ടാലും അവൾ വളച്ചാൽ വളയുമോ എന്ന് നോക്കി സ്ത്രീകളെ വഴിതെറ്റിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും അപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ വലയിൽ വീഴ്ത്തി വഴിതെറ്റിക്കുന്നില്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ട്. പക്ഷെ വളരെ ചെറിയൊരു ശതമാനം പേർ മാത്രമാണ് അങ്ങനെ. കൂടുതൽ സ്ത്രീകളും അവരുടെ ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ഒരു ചെറിയ ലോകത്ത് ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ കൂടുതൽ പുരുഷന്മാരും തങ്ങളുടെ ഭാര്യമാരറിയാതെ ഒരു രഹസ്യബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന എന്തോ ഒരു വലിയ അഭിമാനമായി കാണുന്നവരുമുണ്ട്. ആണുങ്ങളായ അങ്ങനെയൊക്കെയാണ്. പെണ്ണുങ്ങൾ ഇതൊക്കെ ക്ഷമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അവരുടെ തന്നെ ജീവിതം പോകും എന്നുള്ളൊരു മെൻറ്റാലിറ്റി. സണ്ണി കുപ്പിച്ചില്ല് കൊണ്ട് കൈഞ്ഞരമ്പ് മുറിച്ചും ബാത്ത് ടബിൽ മുങ്ങിക്കിടന്നും ഫ്ലാറ്റിൽ നിന്ന് ചാടിയും ഒക്കെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പരാജയപ്പെടുന്നു. സത്യത്തിൽ അപ്പോഴത്തെ നിക്കക്കള്ളി ഇല്ലാത്ത ഒരു അവസ്ഥ കൊണ്ട് മാത്രമാണ് അയാൾ അതിന് മുതിരുന്നത്, അല്ലാതെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. ക്വാറന്റൈനിൽ കിടന്ന് ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്കായി കൗൺസിലിംഗ് സഹായം കിട്ടുന്നുണ്ട്. സണ്ണിയുടെ അവസ്ഥ കണ്ട് സണ്ണിക്കും കൗൺസിലിംഗ് ഏർപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കൗൺസിലിങ്ങിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ആത്മഹത്യ എന്ന ചിന്തയിൽ നിന്നും അയാൾ മാറി ജീവിതത്തെ നേരിടാൻ ഉറച്ച് മുന്നോട്ട് വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും നിമ്മി സണ്ണിയെ വിളിക്കുന്നു. വളരെ അപ്രതീക്ഷിതമായി സണ്ണിയോട് ക്ഷമിച്ച് അവരുടെ കുഞ്ഞിനെ കാണാൻ ചെല്ലുന്നതിന് ആവശ്യപ്പെടുന്നു. അതുവരെ ദേഷ്യത്തിലായിരുന്ന നിമ്മി വളരെ സ്നേഹത്തോടെയാണ് സണ്ണിയോട് സംസാരിക്കുന്നത്. സിനിമ അവിടെ വെച്ച് അവസാനിക്കുന്നു. എന്നാൽ ഇത്രയും വലിയൊരു വിശ്വാസവഞ്ചന കാണിച്ച സണ്ണിയോട് നിമ്മിക്ക് എങ്ങനെ ക്ഷമിക്കാൻ സാധിച്ചു? എന്തുകൊണ്ടായിരിക്കാം നിമ്മി പെട്ടെന്ന് തീരുമാനം മാറ്റിയത്? സിനിമയിൽ അതിന് ക്ലാരിഫിക്കേഷനൊന്നും തന്നില്ല.
നിമ്മിയും സണ്ണിയും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. അവിടെ വെച്ച് പ്രണയിച്ച് വിവാഹിതരായവർ. ഒരുപക്ഷെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാവും അവർ ഒന്നിച്ചത്. ബിസിനസ് പൊളിഞ്ഞ് കടം കയറിയ സണ്ണിയെ ഡിവോഴ്സ് ചെയ്താലും ഫിനാൻഷ്യലി കാര്യമായൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അവർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ലോൺ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. അത് നിമ്മിയുടെ സാലറിയിൽ നിന്നാണ് പോകുന്നതെന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്നും വ്യക്തമായിരുന്നു. പ്രസവിച്ച് കിടക്കുന്ന നിമ്മിക്ക് എന്തായാലും ഇപ്പോൾ ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, സഹായത്തിന് ആരെങ്കിലും കൂടെ വേണ്ട അവസ്ഥയാണ്. അത്യാവശ്യത്തിന് പോലും കയ്യിൽ പണമില്ലാതെ കൂട്ടിന് ആരുമില്ലാതെ ജീവിക്കേണ്ടി വരുന്നത് വളരെ ദുസ്സഹമാണ് ആ ഒരു സാഹചര്യത്തിൽ. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണാൻ വരുന്നവരുടെ ഒക്കെ അന്വേഷണവും സംസാരവും സണ്ണിയെക്കുറിച്ചായിരിക്കും. അവരിൽ പലരും പുറമേ സങ്കടം അഭിനയിച്ചാലും ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നവരാകാം. നിമ്മിക്ക് ആവശ്യമില്ലാത്ത സഹതാപം വാരി വിതറുന്നവരും കൂടെ ഉണ്ടാവും. ഈ സാഹചര്യത്തിൽ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും അയാളുടെ കൂടെ നിൽക്കുന്നതാവും ബെറ്റർ എന്ന് തോന്നും.